ഹലോ ഗൈസ്, ഇനി നമുക്കൊരു നാടൻ വറുത്തരച്ച ചിക്കൻ കറി വെച്ചാലോ? വളരെ ടേസ്റ്റി ആയൊരു ചിക്കൻ കറിയാണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കോക്കനട്ട് ഒന്ന് വറക്കാൻ വേണ്ടി വെക്കാം. അതൊരു ബ്രൗൺ കളർ ആവണം. ആ ടൈമിൽ നമുക്ക് കഴുകി വൃത്തിയാക്കിയ 1.5 കിലോ കെനിയാജി ചിക്കനാണിത്. ഇത് നല്ല വേവുള്ള ചിക്കനാണ്. അതുകൊണ്ട് നമ്മൾ കുക്കറിലാണത് വേവിക്കാൻ പോകുന്നത്. അപ്പം കുക്കറിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട ശേഷം അതിന് ആവശ്യമായ മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കുക്കർ അടച്ചു വെച്ച് നമുക്കൊരു 5-6 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ ബ്രൗൺ കളറായി കരിഞ്ഞു പോകരുത് കേട്ടോ. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പൊടികളെല്ലാം ഒന്ന് ചൂടായ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ കുക്കർ നമുക്ക് വിസിലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-6 വിസിൽ വേണം ഇത് വേവാൻ കേട്ടോ. ആ സമയത്ത് നമുക്ക് തേങ്ങ തണുത്തതിന് ശേഷം അത് നമുക്കൊന്ന് അരച്ചെടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അടുത്ത നമുക്ക് ചിക്കന് ആവശ്യമായിട്ടുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അതിനൊക്കെ ഒരു 4 സവാളയാണ് ഇട്ടിരിക്കുന്നത്. 4 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്. കൊച്ചുള്ളി ചേർത്താലും വളരെ വളരെ ടേസ്റ്റിയാണ്. ഇവിടെ നമുക്ക് കൊച്ചുള്ളി ഒന്നും കിട്ടാനില്ല. അതിലേക്ക് നമുക്ക് പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച ശേഷമാണ് ഇതിനകത്തിട്ട് മിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച കോക്കനട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച ആ മിക്സിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചിക്കന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. 1.5 കിലോ മൊത്തം ഞാൻ ഇട്ടിട്ടില്ല, അതിൻ്റെ പകുതി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്നു. എന്ത് നല്ല മണമാണെന്നറിയോ. എന്നിട്ട് അതിന് കുറച്ച് കടുക് വറക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചു. അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു, കടുകിട്ടു, വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. കറിയുടെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ ഞാനിത് ചോറിൻ്റെ കൂടെയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. നമുക്കിന്ന് ചിക്കൻ കറിയും കായ മെഴുക്കുവരട്ടിയും ചോറും ആണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഈ ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ കഴിക്കാൻ എടുത്തപ്പോഴത്തേക്കൊണ്ട് അന്നൂന് പല്ല് വേദന എടുക്കുന്നു. പല്ല് പറിക്കാറായിരിക്കുന്നു. അത് ആടുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പേടിയാണ് അത് എടുക്കാൻ. എന്തായാലും നൈറ്റ് ആയപ്പോഴത്തേക്ക് അത് പറിച്ചു കളഞ്ഞു. This is what my dad removed. എടുക്ക്. No. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.